അതായത് ഏലിയൻസിനെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഏലിയൻസിനെ ഉപയോഗിച്ചിട്ടുള്ള 2, 3, 4 ചിലതൊക്കെ ആരാധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പലരും അതിനെ ആരാധിക്കുന്നൊക്കെ ഉണ്ട്, ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പല ഗ്രീക്ക് സാമ്രാജ്യത്തിലും പല പല ഗോത്രവംശത്തിലും ഒക്കെ. ഹായ് എവരിവൺ. ഇന്ന് എനർജി വേൾഡിനെ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയ ഹിമലയൻ മാസ്റ്റർ അഷ്റഫ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, പല ഓൺലൈൻ സോഷ്യൽ മീഡിയകളിൽ തന്നെ ഓൺലൈൻ ദീക്ഷ അല്ലെങ്കിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രാക്ടീസുകൾ ഓൺലൈൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, എനർജി ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഇത് ഒക്കെ ഒരു ശരിയായ മാർഗമാണോ, അല്ലെങ്കിൽ ഈ ദീക്ഷ എന്ന് പറയുന്ന സംഗതി എന്താണ് എന്നുള്ളതാണ് എനിക്ക് മാസ്റ്ററോട് ഒന്ന് ചോദിക്കാനുള്ളത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ മാസ്റ്റർ? ദീക്ഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് എനർജി അറ്റ്യൂൺമെൻറ്റ്. സാധാരണക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയെ, കാരണം ഈ അതീന്ദ്രിയം എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യം എനർജിയുമായിട്ടുള്ള ഒരു ഡീലിംഗ് ആണ് അതിൽ നടക്കണം. നേരിട്ട് മൈൻഡുമായിട്ടാണ് ഇതിൻ്റെ ഒരു മുഖാമുഖം ഒരു ഡീലിംഗ് നടക്കുന്നത്, ഒരു ഇടപെടൽ നടത്തുന്നത്. മൈൻഡും തോട്ട്സും പ്രപഞ്ചവും ബോധവും എനർജിയും എല്ലാം ഇതിൽ പെടും. അപ്പോൾ നമ്മളൊരു ഗുരുവില്ലാതെ ഒരു ദീക്ഷ, ഈ എനർജി അറ്റ്യൂൺമെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഡാമേജ് ഉണ്ടാക്കിയെന്ന് വന്നേക്കാം തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ദീക്ഷ എന്നുള്ള സംഭവം ഇതിൽ കടന്നു വന്നിരിക്കുന്നത്. ദീക്ഷ എന്നാൽ പ്രദാനം ചെയ്യുക. ഒരു ഗുരു ഒരു സാധകനെ, ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ, ഒരു വിദ്യ അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയപരമായിട്ടും എല്ലാ തരത്തിലും സജ്ജമാക്കുന്ന ഒരു പ്രക്രിയയാണ് ദീക്ഷ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക എനർജി ഉപയോഗിച്ച് വ്യക്തിയുടെ ചാനലിനെ എനർജി ക്ലിയർ ആക്കി കഴിയുക. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കാട്ടിൽ കൂടി ഒരാളോട് പറയാണ് ഓടിക്കോളൂ, രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓടാൻ പറ്റില്ല, അല്ലേ? കാടല്ലേ, എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴും. അതേസമയം ഞാൻ പറയാണ് ഒരു വഴി തെളിച്ചിട്ടു, എന്നിട്ട് ആ വ്യക്തിയോട് പറയാണ് ഓടി രക്ഷപ്പെട്ടോളൂ, മൃഗങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാം, കാരണം വഴി തെളിച്ചിട്ടേക്കാണ് എന്ന് പറയും പോലെയാണ് അറ്റ്യൂൺമെന്റ്. അതായത് ചിന്നിച്ചിതറി കിടക്കുന്ന എനർജി പാതകൾ, അനന്തമായ എനർജി ട്രാക്കുകളാണ്. അതിനെ മെയിൻ ചാനലിനെ എല്ലാം ദീക്ഷയിൽ കൂടി തയ്യാറെടുക്കുക, പാത വെട്ടിത്തെളിക്കുക, ഒരു തീ കൊളുത്തി കൊടുക്കുക, ഒരു അഗ്നി സ്ഫുരണമിടുക, ഇനി കത്തിച്ചോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ദീക്ഷ വളരെ അനിവാര്യമാണ്. വിവിധ തരത്തിലുള്ള ദീക്ഷകളുണ്ട്. നയന ദീക്ഷ, ദൃഷ്ടി ദീക്ഷ, തേടൈ ദീക്ഷ, സ്പർശന ദീക്ഷ, വിദൂര ദീക്ഷ, അങ്ങനെ ഒരുപാട് സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദീക്ഷ ഒന്നേ ഉള്ളൂ. ബാക്കി ദീക്ഷയിലൊന്നും പെടുന്നതല്ല. ഇന്നത്തെ ഈ ലോകത്ത് ഒരു സ്പിരിച്വൽ മാർക്കറ്റിംഗ് നടക്കുകയാണ്. ഇന്ന് ഈ ലോകം സ്പിരിച്വൽ മാർക്കറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ വേർഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതീന്ദ്രിയ കമ്പോളം. അതിൽ നടക്കുന്ന എന്താ വെച്ചാൽ, കമ്പ്യൂട്ടറിൽ കൂടി പോലും ദീക്ഷ കൊടുക്കുകയാണ്. അതായത് IT ദീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരെണ്ണം കണ്ടു. അതെല്ലാം ഈ സായിപ്പും ഈ വിദേശീയർ, പാശ്ചാത്യ രാജ്യക്കാരാണ് ഇതിലെല്ലാം വന്ന് കഴിയുന്നത്. അതായത് ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ ഇരുന്നേച്ചാൽ മതി, നെറ്റ് ഒന്ന് കാണിച്ചു തന്നേച്ചാൽ മതി, ദീക്ഷ തന്നേക്കാം. കാരണം ഇങ്ങോട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ ഉത്തരം പറയേണ്ടി വരും പല ചോദ്യങ്ങളും വരുമ്പോൾ. അപ്പോൾ ദീക്ഷ നെറ്റിയിലാണ് കൊടുക്കുന്നത്, നമ്മളുടെ തേടയിലാണ് ദീക്ഷ കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് വേറെ ഒരു തരത്തിലുമുള്ള ദീക്ഷകൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ആചാരപരമായിട്ട് ഒത്തിരി ദീക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. അത് ആചാരപരമായിട്ടുള്ള ദീക്ഷകളാണ്. അത് വിവിധ മതത്തിലും വിവിധ രീതികളിലൊക്കെയാണ്, വിവിധ പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ദീക്ഷ എന്നുള്ള പേര് ചിലപ്പോൾ പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അറ്റ്യൂൺമെന്റ് എന്നായിരിക്കും അവർ പറയുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ, എനർജി ക്രിയേഷൻ, എനർജിയുടെ ഒരു സമ്പൂർണ്ണ ബോധത, ഇങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ദീക്ഷ അനിവാര്യമാണ്. അതീന്ദ്രിയ പ്രക്രിയ എന്ത് ചെയ്യുന്നതിനും ഗുരു ആവശ്യമാണ്, ഗുരുവിൽ നിന്നുള്ള അറ്റ്യൂൺമെന്റ് ആവശ്യമാണ്. ഇത് രണ്ടും ഇല്ലാതെ ചെയ്താൽ, യൂട്യൂബ് നോക്കി ചെയ്താൽ, മറ്റുള്ള വീഡിയോകളൊക്കെ നോക്കി നമ്മൾ പ്രാക്ടീസിന് ഇറങ്ങിയാൽ ഒരുപക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡാമേജ് ഉണ്ടായേക്കാം. അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ദീക്ഷ അനിവാര്യമാണ്. അതുകൊണ്ട് ഇതിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത്, പ്രദാനം ചെയ്യൽ. ഒരു ഗുരു ശിഷ്യനിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിപ്പിക്കുന്ന എനർജിയുടെ 1000 അറിവുകളും അത് നേടാനുള്ള സജ്ജമാക്കലുമാണ് ദീക്ഷ. ക്ലിയർ ആയല്ലോ? അത് ക്ലിയർ ആയി മാസ്റ്റർ. ഒരു കാര്യം കൂടെ അതിൽ ചോദിക്കാനുള്ളത്, അതോട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യമാണ്. ഈയിടെ പല രീതിയിലും കേട്ടിട്ടുണ്ട് അത്. പക്ഷെ 3 തരത്തിലുള്ള ദീക്ഷകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ത്രിതല ദീക്ഷ, ഇതേപോലെ തന്നെ റിവേഴ്സ് ഡാൻഡേൻ ദീക്ഷ, ഇപ്പോൾ ഒരു റീസെന്റ് ആയിട്ട് കേട്ടതാണ് ഏലിയൻ എനർജി അറ്റ്യൂൺമെന്റ്. ഇത് എന്താണെന്നുള്ളത് പറയാം. ഈ ഡാൻഡേൻ ദീക്ഷ എനർജി ദീക്ഷയാണ്. ഞാൻ പറഞ്ഞിരുന്നു, സാധാരണഗതിയിൽ ദീക്ഷ കൊടുക്കുന്നത് തേടയിലാണെന്ന് പറഞ്ഞു. പക്ഷേ
അതുകൂടാതെ ഡാൻഡൈൻ ദീക്ഷ നിലവിലുണ്ട്. അത് നമ്മളുടെ ഞാൻ CPH ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ചില പ്രത്യേക ടെക്നിക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ റിവേഴ്സ് ഡാൻഡൈൻ ബ്രീത്ത്, വിപരീത ശ്വസനക്രിയ, ചി എനർജി പ്രൊജക്ഷൻ, ചിഗോങ്, ക്യുഗോങ്, ഇതിലൊക്കെ ആ ദീക്ഷ കൊടുക്കാറുണ്ട്. അത് റിവേഴ്സ് ഡാൻഡൈൻ, അതായത് നമ്മളുടെ ഡാൻഡൈൻ പവറിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ ഹെവി എനർജി കൊടുക്കുന്ന ദീക്ഷയാണ്. അതൊരു പ്രധാനം ചെയ്യലാണ്. പിന്നെ ത്രിതല ദീക്ഷ, അത് തേടയിൽ വരുന്ന ദീക്ഷയാണ്. അതായത് 3 സൈക്കിക് പവറിനെയും ഒരേ തലത്തിൽ, അതായത് 4 വർഷം 12 വർഷത്തിൻ്റെ ഇടവേളകളിൽ 3ആയിട്ട് ഭാഗിക്കുക. 12 വർഷത്തെ, അതായത് 3 വർഷത്തിൽ ഒരു ദീക്ഷ കൊടുത്തു, 6ാമത്തെ വർഷത്തിൽ അടുത്ത പോയിന്റിൽ ദീക്ഷ കൊടുത്തു, 12ാം വർഷത്തിൽ സമ്പൂർണ്ണ തേടൈ ദീക്ഷ കൊടുത്തു. പക്ഷെ ഇവിടെ ആർക്കും സമയമില്ല. അതുകൊണ്ട് ഒരു ഇത്ര കാലഘട്ടത്തിനുള്ളിൽ, ഇത്ര ടൈം പീരീഡിൽ വിധിവിലക്കോടുകൂടി ത്രിതല ദീക്ഷ കൊടുക്കുന്നു. 3 സൈക്കിക് പവർ, ഒരു മനുഷ്യന്റെ പവർ 3 തലത്തിലാണ്. ആ 3 തലത്തിലും സമ്പൂർണ്ണമായിട്ട് ഉണർത്തുന്നതിന് വ്യക്തിയെ സജ്ജമാക്കൽ. ഇനി അടുത്ത ദീക്ഷ എന്ന് പറയുന്നത് അതൊരു ഉന്നതമായ, മനുഷ്യർക്ക് പരിചയമില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള കടന്നുവയ്പ്പാണ്. ഇപ്പം ഈ ചോദിച്ച ചോദ്യം ഒരു നിഗൂഢമായിട്ട് ഈ കാലഘട്ടത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും റിസർച്ച് നടക്കുന്നതും ഈ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നതുമായ ഒരു ലോകത്തിലേക്ക് കടക്കാനുള്ള ഒരു ദീക്ഷയാണ് ഏലിയൻസ് എനർജി അറ്റ്യൂൺമെന്റ്. ഏലിയൻസ് എനർജി അറ്റ്യൂൺമെന്റ് ദീക്ഷ എങ്ങനെയാണ് ഇത് കൊടുക്കുക, ആർക്കൊക്കെയാണ്? അതായത് ഏലിയൻസിനെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഏലിയൻസിനെ ഉപയോഗിച്ചിട്ടുള്ള പലവിധ രീതികളും പല പ്രക്രിയകളും, അതുപോലെ പെലേഡിയൻസ്, അതിൻ്റെ പല സെക്ഷനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 1, 2, 3, 4 ചിലതൊക്കെ ആരാധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പലരും അതിനെ ആരാധിക്കുന്നൊക്കെ ഉണ്ട്, ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പല ഗ്രീക്ക് സാമ്രാജ്യത്തിലും പല ഗോത്രവംശത്തിലും ഒക്കെ അതുമായിട്ട് യൂണിവേഴ്സിൻ്റെ ആ എനർജി രൂപങ്ങളുമായിട്ട് സംവദിക്കാനും, അതിൻ്റെ സ്പേസ് ഷിപ്പ്, പല രീതിയിലുള്ള സ്പേസ് ഷിപ്പൊക്കെ ഉണ്ട്, അതിനെ ഇറക്കി കൊണ്ടുവരാനും അതുമായിട്ട് ഡീലിംഗ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ലോകമുണ്ട്, അതിലേക്ക് കടക്കാനുള്ള ഇതേപോലെ അതീന്ദ്രിയത്തിൻ്റെ ഉന്നതമായ ഒരു സബ്ജക്റ്റാണ്. അതായത് നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് കടക്കാനുള്ള ഒരു അറ്റ്യൂൺമെൻറ്റാണ് എനർജി, അതായത് ഏലിയൻസ് എനർജി അറ്റ്യൂൺമെൻറ്റ്. അത് കൊടുക്കുന്നതും വേറെ രീതിയിലാണ്. അത് എനർജി കോഡും, അതായത് ലൈറ്റ് കോഡൊക്കെ അതിന് ഉപയോഗിക്കും. ആ രീതിയിൽ അത് വിദേശത്തും എല്ലാം നിലവിലുണ്ട്. സീക്രട്ട് ഗ്രൂപ്പുകളാണ് അധികവും കൈകാര്യം ചെയ്യുന്നത്. അത് ശരിയാണ് പറഞ്ഞത്, അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ട്. ഓക്കെ, താങ്ക്സ് മാസ്റ്റർ. അതായത് വിവിധ തരത്തിലുള്ള ദീക്ഷകൾ, അതായത് നമ്മൾ ദീക്ഷ എന്താണെന്ന് ചോദിച്ചു, അത് കൂടാതെ ഡിഫറെൻറ്റ് തരത്തിലുള്ള ദീക്ഷകൾ, ത്രിതല ദീക്ഷ, റിവേഴ്സ് ഡാൻഡൈൻ ദീക്ഷ, ഏലിയൻ എനർജി അറ്റ്യൂൺമെന്റ്, ഇതൊക്കെ മാസ്റ്റർ പറഞ്ഞു തന്നു. അപ്പോൾ മാസ്റ്ററിന്റെ ഒരു അറിവ് എന്ന് പറയുന്നത് ഒരു മഹാസാഗരം പോലെയാണ്. അതെങ്ങനെ അൺസ്റ്റോപ്പബിൾ ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കോസ്മിക് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് അത് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. സാധാരണക്കാരൊക്കെ അതിന് വളരെയധികം ബെനിഫിറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയേറെ അറിവുകൾ പകർന്നു തന്ന മാസ്റ്ററിന് ഒരുപാട് നന്ദി. താങ്ക്സ് മാസ്റ്റർ. ഓക്കെ.